ആ VD സതീശനൊന്നും ഒരു വകതിരിവ് തന്നെ ഇല്ല. അതുകൊണ്ട് അവർ പറയുന്നതിന് എനിക്ക് നല്ലത് മറുപടി പറയാതിരിക്കില്ല. അതുകൊണ്ട് അവരുടെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറുപടി ഇല്ല. പക്ഷേ ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ CMR കമ്പനിയെ പരോക്ഷമായി നിയന്ത്രിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതൊരു ഗുരുതരമായ ആരോപണമല്ലേ? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കളങ്കപ്പെടുത്താൻ ഒരു വഴിയും കിട്ടിയില്ല. ഇപ്പോഴെന്താ പറയുന്നത്? KSIDC കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. ഇവിടെ എത്ര സ്ഥാപനങ്ങളുണ്ട്? പഞ്ചായത്തുകളില്ലേ? സഹകരണ സ്ഥാപനങ്ങളില്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു അഴിമതി നടന്നാൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. KSIDC കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നൊരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്താ മുഖ്യമന്ത്രിക്കുള്ള പങ്ക്? എന്താ പറയുന്നത്? നിങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു കാര്യവും പറയാനില്ല. അതുകൊണ്ടിരിക്കട്ടെ, ഇതങ്ങ് ചാർത്തി കൊടുക്കാം. ഇതൊന്നും നല്ല പത്രപ്രവർത്തനമല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപം? ഏത് റിപ്പോർട്ട്? ആ റിപ്പോർട്ട് വന്നാലും റിപ്പോർട്ട് ശരിയായിരിക്കും. ഒരു റിപ്പോർട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാവുമോ? വസ്തുതയാവുമോ? നിങ്ങളൊരു മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാളെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? ശരിയാണോ അത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത്? KSIDCയുമായിട്ടുള്ള പ്രശ്നമല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് ആക്ഷേപം ഉന്നയിപ്പിച്ചത്? നിങ്ങൾ എത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ആക്രമിക്കുക. നിങ്ങൾ KSIDC ഉപയോഗിക്കുക. എത്ര തെറ്റാണത്? ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നേരിടുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കും. ജനങ്ങൾ മനസ്സിലാക്കി നല്ലതുപോലെ പ്രതികരിക്കും. ഈ ആക്രമണത്തെ ജനങ്ങൾ പ്രതിരോധിച്ചുകൊള്ളൂ.